നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ ഡി കഴിഞ്ഞ ദിവസം ഇതിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.30 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. ഇനിയും പല പ്രമുഖരുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ തന്നെയാണ് സാധ്യത. ഇതിലെ പ്രധാന പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന സ്വർണ്ണക്കട്ടികളൊക്കെ തന്നെ ഇ.ഡി. പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ധനികരായ ഒരുപാട് പേർ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇ.ഡി. വിവിധ തലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് അവർക്ക് ഞെട്ടിപ്പിക്കുന്ന നിരവധി വിവരങ്ങൾ കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ കസ്റ്റഡിയിലുള്ള വ്യക്തികളെ കൂടാതെ ഉന്നതരായ നിരവധി പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിക്കും ശബരിമലയിൽ കൊള്ള തന്നെയായിരുന്നു ഇവർ നടത്തിയിരുന്നത് എന്ന് കോടതിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ശബരിമല പോലെയുള്ള ഒരു വളരെ വിശുദ്ധമായ സ്ഥലം സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ അവിടെ നിന്ന് കൊള്ളയടിക്കുകയായിരുന്നു എന്നുള്ള കോടതിയുടെ നിഗമനമൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് ഇ.ഡി. ഇനി കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും എന്നത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇ.ഡി. അടുത്തതായി ചോദ്യം ചെയ്യാൻ പോകുന്നത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ തന്നെ ആയിരിക്കുമെന്നാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കടകംപള്ളിയുടെ ശരീരഭാഷയും മറ്റും തന്നെ സൂചിപ്പിക്കുന്നു അദ്ദേഹം അല്ലാതെ പരിഭ്രാന്തനായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു എന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ കടകംപള്ളി പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് പുറത്തു വന്ന ചിത്രങ്ങൾ, അതായത് വിവിധ ചിത്രങ്ങൾ, വിമാനത്താവളത്തിൽ പോറ്റി ഒരുമിച്ചിരിക്കുന്നു, അതുപോലെ പോറ്റി പങ്കെടുത്ത ചടങ്ങിൽ തറക്കല്ലിടുന്നു, പോറ്റിയുടെ വീട് സന്ദർശിക്കുന്നു തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ ഇത് ഒരു ദിവസമുള്ളതല്ല, നിരന്തരമായി ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു എന്നും പോറ്റി ഇവർക്കെല്ലാവർക്കും വില കൂടിയ ഉപഹാരങ്ങൾ കൈമാറിയിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്ത് ഉപഹാരങ്ങളാണെന്നുള്ളത് ഒരുപക്ഷെ ഇവരെല്ലാവരും ഒരുമിച്ച് ഇരുത്തി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇ.ഡിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും കഴിയും. ഏതായാലും CPM നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആകെ ആശങ്കയിലാണ്. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ളയുടെ പേരിലേറ്റ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ പിന്തുടരും എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. കഴക്കൂട്ടം അസംബ്ലി മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കാനൊക്കെയുള്ള ഒരു സാധ്യതയിലേക്ക് നേരത്തെ CPM എത്തിച്ചേർന്നിരുന്നു എങ്കിലും ഇനി അങ്ങോട്ട് അത് സാധ്യമാകുമോ എന്നുള്ള കാര്യവും സംശയമാണ്. ശബരിമല കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള കൊള്ള തന്നെയാണ് നടന്നിട്ടുള്ളതെന്ന് ഹൈക്കോടതിക്ക് തന്നെ ബോധ്യമായ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘവും ശക്തിപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഒടുവിൽ കോടതിക്ക് മുന്നിൽ അവർ സമാധാനം പറയേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം ഇ.ഡിയുടെ അന്വേഷണം ഇപ്പോൾ വിവിധ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് ഇ.ഡി. പരിശോധനയ്ക്ക് എത്തുമെന്ന് CPMോ സർക്കാരോ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല. അവിടെ എത്തി വളരെ വിശദമായ പരിശോധന നടത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വിവരങ്ങൾ കിട്ടി എന്നാണ് പറയപ്പെടുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് കൊള്ള തന്നെയാണ് വർഷങ്ങളായി ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തിയിരുന്നത് എന്നും ഇതിലെ മുഖ്യ ആസൂത്രകൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആയിരുന്നു എന്നും ഇയാൾ മറ്റുള്ളവരെ എല്ലാവരെയും തൻ്റെ വശത്താക്കുന്നതിന് വേണ്ടി വിവിധ തലങ്ങളിൽ അവർക്ക് പലതരത്തിലുള്ള സമ്മാനങ്ങളും ഉപഹാരങ്ങളും ഒരുപക്ഷെ പണമൊക്കെ നൽകി കൂടെ നിർത്തിയിരുന്നുവെന്നും ഇതിൻ്റെ വലിയൊരു പങ്ക് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളതെല്ലാം ചേർന്ന് പങ്കിട്ടെടുത്തു എന്നും തന്നെയാണ് ഇ.ഡിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണ്, ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഇവർ ചെയ്ത മാർഗ്ഗങ്ങൾ എന്താണ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ഇ.ഡി അന്വേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇ.ഡിക്ക് അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളും തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനെയും അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നിർബന്ധിതരാകും. അതല്ലെങ്കിൽ ഇ.ഡിക്ക് അവർ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ കേസിലെ പല പ്രതികളുടെയും റിമാൻഡ് കാലാവധി തീരാറായ സാഹചര്യത്തിൽ ഇവർക്ക് പലർക്കും ജാമ്യം കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. കാരണം അങ്ങനെ പുറത്തിറങ്ങിയാൽ ഇ.ഡി അവരെ അറസ്റ്റ് ചെയ്യും. ഏതായാലും ഇ.ഡി ഇനി അങ്ങോട്ട് ഇവരെ എല്ലാവരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ മാത്രമേ ഈ സംബന്ധത്തിൽ കൃത്യമായ ചിത്രം ലഭിക്കുകയുമുള്ളൂ. ഇ.ഡിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിപുലമായ അധികാരങ്ങൾ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും തങ്ങൾക്ക് ലഭിക്കാനുണ്ട് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഇ.ഡി സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അവർ നടത്തിയ റെയ്ഡ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യന്ത്രത്തൊക്കെ എന്തിയ സുരക്ഷാ ഭടന്മാരുടെ അകമ്പടിയോട് തന്നെയാണ് ഈ എല്ലാ സ്ഥലങ്ങളിലും റെയ്ഡിനായി എത്തിയത്. നേരത്തെ കേരളത്തിൽ NIA പരിശോധന നടത്തി ഇവിടുത്തെ പ്രമുഖരായ തീവ്രവാദ ബന്ധമുള്ള നേതാക്കളെ പിടികൂടിയ അതേ ശൈലി തന്നെയാണ് ഇക്കുറിയും ഇ.ഡി എത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇ.ഡിയെക്കുറിച്ച് നേരത്തെ പല പരാതികളും ഉയർന്നിരുന്നു എങ്കിൽ പോലും ഇക്കാര്യത്തിൽ വളരെ കർശനമായ രീതിയിലുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് അവർ പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ തങ്ങളുടെ ശക്തി തെളിയിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള CPM BJP അന്തർധാരയൊന്നും തന്നെ അതുകൊണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ലെങ്കിൽ പോലും അങ്ങനെ ഉള്ളതായി പലരും ആരോപിച്ചിരുന്നെങ്കിൽ പോലും ഇക്കുറി അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. കൃത്യമായ ലക്ഷ്യബോധത്തോട് തന്നെയാണ് ഇ.ഡി ഇപ്പോൾ അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് നിയമസഭയിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ സംഭവിച്ചിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഏതാണ്ട് പാർട്ടിയും സർക്കാർ തന്നെ കൈവിട്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ഇറങ്ങിയാൽ പാർട്ടി ജനങ്ങളുടെ മുന്നിൽ മോശക്കാരാകും എന്നുള്ള വ്യക്തമായ ധാരണ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവരെല്ലാവരും കൈവിട്ട്
എങ്ങനെയെങ്കിലും സ്വന്തം കാര്യം കാണാൻ, അതല്ലെങ്കിൽ മാന്യമായ രീതിയിലൊരു പരാജയമാണ് ഇപ്പോൾ CPM നേതൃത്വം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി ഇനി ആരെയും അവർ സംരക്ഷിക്കാനും തയ്യാറാവുകയില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രത്യേക അന്വേഷണ സംഘത്തോട് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങൾ ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷിക്കാനോ നടപടിയെടുക്കാനോ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവരെല്ലാവരെയും ED ചോദ്യം ചെയ്യുന്നതോടുകൂടി കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേന്ദ്ര സേനകളെയൊക്കെ വരുത്തി ഇവരെ എല്ലാം പിടികൂടാനും അഴിക്കുള്ളിലാക്കാനുമൊക്കെയുള്ള നീക്കങ്ങൾ ശക്തമാക്കും. മാത്രമല്ല പല ക്ഷേത്രങ്ങളിൽ നിന്നും കാണാതായ പല വസ്തുക്കളും പിന്നീട് തിരികെ ചാക്കിൽ കെട്ടിയും മറ്റും എത്തിച്ചത് സംശയം ഉണർത്തുന്നതാണ്. കാരണം ഇത് പലതും നേരത്തെ ഇവർ വിറ്റുപോയതാണോ എന്നുള്ള സംശയമുണ്ട്. ഏതായാലും ഇതിലെ സാമ്പത്തിക ക്രമക്കേടുകൾ മാത്രമല്ല, ഇവിടെ ആചാര ലംഘനം വലിയ തോതിൽ നടന്നിട്ടുണ്ട് എന്നും EDക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ദേവസ്വം ബോർഡിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് കിട്ടിയ പല വസ്തുക്കളും അവരെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ വരും ദിവസങ്ങളിൽ ശബരിമലയിലെ കൊള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഷ്ടാല ആരംഭിച്ചു, അല്ലെങ്കിൽ അയ്യപ്പ ശാപം അവരെ പിന്തുടരുന്ന് പിടികൂടി കഴിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ തത്രപ്പാട് തന്നെയാണ് ഇപ്പോൾ പല പ്രമുഖരുടെയും മുഖഭാവത്ത് നിന്ന് അവരുടെ ശരീരഭാഷയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്.